ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബാംഗ്ലൂരിലെ ബൊട്ടാണിക്കൽ ലാൽബാഗ് ഗാർഡനാണ്. കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ഗാർഡനാണ്. ഇപ്പോൾ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പുറകിലുള്ള സ്ഥലം വലിയൊരു പാറയാണ്, അതായത് ഗ്രാനൈറ്റിൻ്റെ പാറയാണ്. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. നല്ല രസമാണ് കാണാൻ, അതിൻ്റെ മുകളിൽ നിന്ന് കാണാം. അത് കഴിഞ്ഞ് നമ്മളൊരു വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. 240 ഏക്കർ കണക്ക് സ്ഥലത്താണ് ഈ സസ്യോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമാണത്. ഇത് ഗ്ലാസ് ഹൗസാണ്. ഗ്ലാസ് ഹൗസ് ഉണ്ടാക്കിയത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ലണ്ടനിലെ ക്രിസ്ത്യൻ പാലസിലെ മാതൃകയിലാണ് ഉണ്ടാക്കിയത്. ഒരു ചൈനീസ് മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനോഹരമായ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്തായിട്ട് ഞങ്ങളുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നല്ല നല്ല മരങ്ങളും വ്യത്യസ്തമായ മരങ്ങളൊക്കെ ഉള്ള ഗാർഡനിൽ കൂടെയാണ്. നമ്മുടെ വലതുവശത്ത് കാണുന്ന ഈ മറിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കളുള്ളതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് മുഴുവൻ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം പ്രൂണിങ് നടന്നിരിക്കുന്ന സമയത്ത് ആർക്കും ഇപ്പോൾ പ്രവേശനമില്ല. അടുത്തതായിട്ട് നമ്മൾ വലതുവശത്ത് കാണുന്നത്, അറ്റത്തായിട്ട് കാണുന്നത് റോസ് എല്ലാം കട്ടി നിർത്തിയിരിക്കുകയാണ്. റോസിൻ്റെയൊക്കെ പ്രൂണിങ് സമയമാണ്. ഓഗസ്റ്റിൽ അതിൽ പുഷ്പങ്ങളൊക്കെ ഉണ്ടായി മനോഹരമായുള്ളൂ. ഈ ഗാർഡനിൽ എല്ലാ വർഷവും 2 പ്രാവശ്യം ഈ ഗ്ലാസ് ഹൗസിൽ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ലേക്കാണ്. ഇവിടുത്തെ മനോഹരമായ ലേക്കാണ്. ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ചുറ്റിൽ കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോയിട്ട് ഇരിക്കാൻ നല്ലതായിരിക്കും. ഇതൊരു പുരാതന ട്രീയാണ്, അതായത് സിൽക്ക് കോട്ടൺ ട്രീയാണ്. പൂക്കളുണ്ടാവുന്ന കാലത്ത് പൂക്കളും പിന്നീട് പരുത്തി പോലെ നാരുകളും ഉണ്ടാകുന്ന ഒരു മരത്തിൻ്റെ പ്രത്യേകത. ഈ മരത്തിൻ്റെ പ്രത്യേകത ഏകദേശം 300 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഭീമമായ തായ്തടിയും 4 ഭാഗത്തേക്കുള്ള ശിഖരങ്ങൾ സന്ദർശിച്ച് വളരെയധികം ആകർഷിക്കും മനുഷ്യരെ, എല്ലാവരെയും, നല്ല സന്ദർശകരെ വളരെയധികം ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. അടുത്തതായിട്ട് പീജിയൻ ഹൗസ് ആണെന്ന് തോന്നുന്നു. അല്ല, അടുത്തത് നമുക്ക് ഇത് ലാൻഡ് ക്ലോക്കാണ്. ഇത് വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്ക് തന്നെയാണ് കേട്ടോ. HMTയുടെ ആണ് ഇത്. ശരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനോഹരമായ ക്ലോക്കാണ്. ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. തൽക്കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം ഗാർഡനൊക്കെ പ്രൂണിങ് നടക്കുന്ന സമയമായതുകൊണ്ടാണ് എല്ലാ ഭാഗവും കാണാൻ പറ്റാതെ. ഇത് കുറച്ച് ബോൺസായി ട്രീസാണ്. ഒരുപാട് ബോൺസായി ട്രീസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് പീജിയൻ, അതായത് പ്രാവുകൾക്ക് സംരക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ്. പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുക. പിന്നെ ഇതൊരു നല്ലൊരു, നേരത്തെ കണ്ട വലിയ മരം കണ്ടില്ലേ, സിൽക്ക് കോട്ടൺ ട്രീ, അതിൻ്റെ തന്നെ ബാർക്കാണ്, അതിൻ്റെ തടിയാണ്. ആ തടിയിൽ കാർവിങ് ചെയ്തിരിക്കുകയാണ്. മനോഹരമായി മരത്തിൽ കാർവിങ് ചെയ്യുന്നവരാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. പൂക്കാലത്ത് അത് അതിമനോഹരമായിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുത്തെ വെറൈറ്റി മരങ്ങളുടെ ചെടികളും ഒക്കെ കാണാനുള്ള യാത്രയിലാണ്. ഇവിടെ എല്ലാം നല്ല മനോഹരമായിരിക്കണം. എല്ലാവരും പോയി കാണണം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് എനിക്ക്, ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ.